വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്നൊരാളെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ദീർഘവർഷമായി പ്രാക്ടീസ് ചെയ്യുന്ന എൻ്റെ സ്നേഹിതനും കഴിഞ്ഞ കാലങ്ങളിൽ വളരെ പ്രമാദമായ പല കേസുകളുടെ പിന്നിൽ നിങ്ങളൊരു പക്ഷേ ആ പേര് കേട്ടിട്ടുണ്ടാവും. എന്നാലും ഇന്ന് ഒരുമിച്ച് ഇങ്ങനെയൊരു നല്ല സമയം ദൈവം തന്നു. അത് മറ്റാരുമല്ല, ബ്രദർ മനോജ് വി ജോർജാണ്. അദ്ദേഹത്തെ ഞാൻ ഈ ചർച്ചയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആരോ ഇങ്ങനെ ഒന്ന് പരിചയപ്പെടുത്തി കേട്ടു, താങ്കളൊരു മിഷണറി ലോയറാണെന്ന്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാനൊരു ലോയറാണെന്നുള്ളത് പാസ്റ്റർ ഓൾറെഡി പറഞ്ഞല്ലോ. ഒരു മിഷണറി ലോയർ എന്നുള്ളത് ഞാനൊരു വലിയ ഒരു ഭാഗ്യമായി തന്നെയാണ് കരുതുന്നത്. കാരണം എല്ലാ ലോയറിനെ സംബന്ധിച്ച് ഒരു മിഷനുണ്ട്. ആ മിഷൻ തൻ്റെ കക്ഷികളെ ജയിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ലോയറിൻ്റെ മിഷൻ. ആ മിഷൻ ഏറ്റവും ഉദാത്തമായ രീതിയിൽ പൂർത്തീകരിക്കാനായിട്ട് ഏത് ലോയറും ശ്രമിക്കുന്നതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചൊരു മിഷണറി ലോയർ എന്ന് പറയുമ്പോൾ എൻ്റെ ഇൻസ്ട്രക്ഷനും എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ ഞാൻ എൻ്റെ ക്ലയൻറ്റിന് കൊടുക്കുന്ന സർവീസിനേക്കാൾ കൂടുതൽ എനിക്ക് എൻ്റെ സൃഷ്ടാവിനോടുള്ള ഒരു കടപ്പാട് എനിക്കുണ്ട്, ഒരു ആൻസറബിലിറ്റി എനിക്കുണ്ട് എന്നുള്ള ബോധത്തിൽ ഞാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും ഒരു മിഷണറി ലോയർ എന്നൊരു പക്ഷേ എന്നെ ചിത്രീകരിക്കുവാനായിട്ട് സാധ്യമായതായിരിക്കും. സോ ഐ ഗോട്ട് എ മിഷൻ to edify the name of Lord Jesus, whom I believe as my personal Savior. ഓക്കെ, വെരി ഗുഡ്. ഇടയ്ക്ക് ഞാൻ ചോദിച്ചോട്ടെ, ഈ വക്കീലാണെങ്കിൽ കള്ളം പറയണമെന്നുള്ള സത്യമാണോ? അതൊരു വക്കീൽ ഒരിക്കലും കള്ളം പറയുന്നില്ലല്ലോ. വക്കീലിന് കക്ഷികൾക്ക് വേണ്ടി പറയുന്ന ഒരു ഫാക്റ്റിനെ പറയാണ്. ഇത് കള്ളവും ഇതിപ്പം പറയുമ്പോൾ കള്ളം എന്താണ് സത്യം എന്താണെന്നൊക്കെ തീരുമാനിക്കേണ്ടത് കോടതിയാണ്. എൻ്റെ കക്ഷിയെ സംബന്ധിച്ച് ആ കക്ഷി എനിക്ക് പറയുന്ന ഒരു കാര്യം ഞാൻ കോടതിയുടെ മുമ്പിൽ പറയുകയാണ്. അതുകൊണ്ടാണല്ലോ വാട്ട് ഈസ് ട്രൂത്ത്, എന്താണ് സത്യം എന്നുള്ളതിനൊരു ആൻസർ പോലും എനിക്ക് തോന്നുന്നു കർത്താവായ യേശുക്രിസ്തു പറഞ്ഞപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ മുമ്പിൽ അവിടെ ഒരു ആൻസർ അവിടെ പറഞ്ഞില്ല. അദ്ദേഹം പറയേണ്ടത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും അതൊക്കെ ഉണ്ട്, പാസ്റ്റർമാരൊക്കെ നിങ്ങൾ പറയുമെങ്കിലും ഞാൻ പറയുന്നത് സത്യം എന്നുള്ളതിനേക്കാൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്റ്റാണ് ഞങ്ങൾ വരുന്നത്. അത് കോടതിയാണ് തീരുമാനിക്കുന്നത് സത്യം ഏതാണ്, കള്ളം ഏതാണ്, അതിൻ്റെ നീതി ഏതാണ്, ന്യായം ഏതാണ് എന്നുള്ള തീരുമാനം കോടതിയുടെ മുമ്പിൽ. ഓക്കെ. അല്പം കുടുംബ പശ്ചാത്തലം, എവിടെയാണ് ജനിച്ചത്, പേരൻസ് ഇപ്പോഴെവിടെയായിരിക്കുന്നു, ഭാര്യ, മക്കളൊക്കെ ഒന്ന് പറയാമോ? ഞാൻ ജന്മം കൊണ്ടൊരു ഗോവനാണ്. യോ. എൻ്റെ പിതാവ് ഇന്ത്യൻ മിലിറ്ററി ജോലി ചെയ്യുന്ന കാലഘട്ടങ്ങളിൽ ഞാൻ ഗോവയിലാണ് ജനിച്ചത്. എൻ്റെ മദർ, എനിക്കൊരു സിസ്റ്റർ ഉണ്ട്, ഒരു കോട്ടയത്ത്. എൻ്റെ ഫാദറും മദറും താമസിക്കുന്നത് എറണാകുളത്താണ്, തൃപ്പൂണിത്തുറയിൽ ഞങ്ങൾ താമസം. ഞാൻ കഴിഞ്ഞ 21 കൊല്ലമായിട്ട് ഡൽഹിയിലേക്ക് താമസം മാറി. ഞാൻ വിവാഹിതനാണ്. എൻ്റെ വൈഫ് ശില്പയും എന്നോടൊപ്പം അഭിഭാഷക വൃത്തിയിലാണ്. എനിക്കൊരു മകനുണ്ട്, ജോഷുവ. ഞങ്ങൾ കുടുംബമായിട്ട് ഡൽഹിയിൽ താമസിക്കുന്നു. വൈഫിൻ്റെ ഫാദറാണോ ഇടയ്ക്ക് മരിച്ച? അതെ. എൻ്റെ ജഡ്ജായിരുന്നല്ലോ. അതെ. എൻ്റെ ഹൈക്കോടതിയിലായിരുന്നല്ലേ? അല്ല, സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ്. എൻ്റെ ഫാദറിനാണ് ശ്രീ ജോർജ് പാരക്കൻ. അദ്ദേഹം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ജുഡീഷ്യൽ മെമ്പറായി ഡൽഹിയിലും കേരളത്തിലും ഏകദേശം 10 വർഷത്തോളം ഉണ്ടായിരുന്നു. അദ്ദേഹം 2 കൊല്ലം മുമ്പ് മരിച്ചു. എൻ്റെ മദറിൻലോ ശോഭ ജോർജ്, അദ്ദേഹം എൻ്റെ മമ്മിയുടെ ഫാദറാണ്. ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു. ഒരു പ്രവർത്തനത്തോടൊപ്പം തന്നെ, ജോലിയോടൊപ്പം തന്നെ ഇവാഞ്ചലൈസേഷനിൽ വളരെയേറെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ശ്രീ OC അലക്സാണ്ടർ. അദ്ദേഹമല്ലേ ആ പാട്ടൊക്കെ എഴുതിയിട്ടുള്ളത്? അതെ. ജീവിതയാത്രക്കാരടികൾ അങ്ങോട്ട് ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടാണ്. അദ്ദേഹം അപ്പച്ചൻ എനിക്ക് തോന്നുന്നൊരു കുറേയധികം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ള വളരെ എല്ലാവരും പാടുന്ന ഒരു പാട്ടാണ് ജീവിതയാത്രക്കാര കാലടികൾ അങ്ങോട്ട്. പിന്നെ തന്നിത്യ സ്നേഹത്താൽ നാഥൻ, അങ്ങനെ പഴയ കുറേ പാട്ട്. 1976 അദ്ദേഹം
മരിച്ചു. ശരിയാ. ഏകദേശം ഒരു 100-ലധികം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു CD ആയിട്ട് ഞങ്ങളൊരു 10 പാട്ട് ഇറക്കിയിട്ടുണ്ട്. 2000-ൽ ഇറക്കിയായിരുന്നു. അത് ജീവിതയാത്ര എന്നുള്ള ടൈറ്റിലിൽ തന്നെയാണ് ആ CD അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് രണ്ടുപേർക്കും നല്ലൊരു കുടുംബ പശ്ചാത്തലം. അതെ, എൻ്റെ ഫാദറിൻ്റെ കുടുംബത്തിലാണെങ്കിൽ എൻ്റെ ഫാദറിൻ്റെ ബ്രദർ ഒരു പൂർണ്ണസമയ സുശേഷകനായിരുന്നു. വടശ്ശേരിക്കരയ്ക്ക് അടുത്ത് നെയ്ത്തറം എന്ന് പറഞ്ഞിരുന്നത് നെയ്ത്തറം ഉപദേശി എന്നാണ് അദ്ദേഹത്തെ അറിഞ്ഞിരുന്നത്. എൻ്റെ ഫാദറിൻ്റെ സിസ്റ്ററും ഒരു മാർത്തോമാ സഭയിലെ ഒരു സേവിനിയായിരുന്നു, വിവാഹിതയാവാതെ. ഞങ്ങളുടെ കുടുംബമായിട്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നത്, എൻ്റെ പിതാക്കന്മാരുടെ ദൈവം എന്നെ ക്രൈസ്തവ മൂല്യങ്ങളിൽ പിടിച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനായിട്ടുള്ള ഒരു ആർജവം എനിക്ക് തന്നത് തീർച്ചയായിട്ടും എൻ്റെ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് എന്നെനിക്ക് പറയാനായിട്ട് സാധിക്കും. എൻ്റെ ഒരു ഇനീഷ്യൽ ഡേയ്സ്. അത് കഴിഞ്ഞിട്ട് കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് വന്നതിന് ശേഷം പല മേഖലകളിലേക്ക് ദൈവം നടത്തി എന്നുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു ഫോർമേറ്റീവ് ഇയേഴ്സ് അത് പ്രൊവൈഡ് ചെയ്ത് തീർച്ചയായിട്ടും ഒരു ഫാമിലി പശ്ചാത്തലമാണ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ എന്നും നന്ദിയോടെ പറയുന്നതാണ്. താങ്ക് യു ലോർഡ് ഫോർ ഗിവിങ് മീ സച്ച് എ വണ്ടർഫുൾ പേരൻസ് ആൻഡ് ഫാമിലി. ദൈവത്തെ അറിയുന്ന കുടുംബ പശ്ചാത്തലത്തിൽ ജനിക്കുവാനും ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ബന്ധങ്ങളിൽ ഏർപ്പെടുവാനും എൻ്റെ പേഴ്സണൽ ഫാമിലിയിലും അതൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെ. അപ്പം മിഷണറി വക്കീൽ തന്നെയാണ് ശരിക്കും. ഇപ്പം ഞങ്ങൾക്ക് ബോധ്യമായി എന്തുകൊണ്ട്. ജന്മം കൊണ്ട് നമ്മൾ മിഷണറി ആവുന്നില്ലല്ലോ, നമ്മൾ കർമ്മം കൊണ്ടാണല്ലോ നമ്മൾ മിഷണറി ആവേണ്ടത്. നമ്മുടെ പ്രവർത്തനം കൊണ്ട് ആർ ബി ഏബിൾ ടു ഡു എ മിഷൻ വിച്ച് ഈസ് ബീങ് ഗിവൺ ടു യു. അത് മിഷനും വിഷനും ഒക്കെ വളരെ കണക്റ്റഡ് ആണ്. കാരണം നമുക്കൊരു എന്തിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു, കാണുന്നു, അതിനുവേണ്ടിയുള്ള ഒരു മിഷൻ എന്നുള്ള വാക്ക് തന്നെ ഒരു മിലിറ്ററി ഒറിജിനാണ്. ഇത് അറിയത്തില്ല. മിഷൻ ഇറ്റ് സെൽഫ് ഈസ് ഒരു മിലിറ്ററി ഇതിലുള്ളതാണ്. നമ്മൾ ഒരു പർട്ടിക്കുലർ മിഷൻ അക്കോംപ്ലിഷ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ടാസ്ക് ഏറ്റെടുത്ത് മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മളത് അക്കോംപ്ലിഷ് ചെയ്ത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജന്മം കൊണ്ട് നമ്മൾ മിഷണറി ആവുന്നില്ല, കർമ്മം കൊണ്ടാണ് നമ്മൾ മിഷണറി ആവുന്നത്. ഓൺലി അവർ ആക്ട്സ് ക്യാൻ സ്പീക്ക് ആസ് മിഷൻ. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. തിയോളജിക്കലി എനിക്കറിയത്തില്ല. ഞാൻ ചില കേസുകളുടെ കാര്യം ഞാനൊന്ന് ഒന്നൊന്നായിട്ടൊന്ന് ചോദിക്കുകയാണ്. അതിലൊക്കെ ഞാൻ പ്രത്യേകിച്ച് കാണുന്നത് ഒരു മനുഷ്യാവകാശ കാര്യങ്ങളുണ്ട്, സാമൂഹ്യ വിഷയങ്ങളുണ്ട്. ഇതിലൊക്കെ വളരെ താല്പര്യത്തോടെയാണ് ഇതിലൊക്കെ ഇടപെട്ടെന്നുള്ളത് മനസ്സിലായി. അതേസമയം സഭയെ സംബന്ധിക്കുന്നതും ക്രൈസ്തവരെ സംബന്ധിക്കാനുള്ള കാര്യങ്ങളും ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. പ്രത്യേകിച്ച് എനിക്ക് ആദ്യം പറയാനുള്ളത് ഹിമാചൽ പ്രദേശിലെ ഫ്രീഡം ഓഫ് റിലിജൻ ആക്ട്, അത് ഞാൻ ഓർക്കുന്നുണ്ട്. അത് ദൈവം അവിടെ ഒരു വലിയ കാര്യമാണ് താങ്കളോട് ചെയ്തെന്നുള്ളത് എനിക്കറിയാം. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? എന്തായിരുന്നു ആ കേസ്? ആ കേസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് ഈ സമയം ഓർക്കുന്നത്, ഞാൻ ഹഗായി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു അലൂമിനയാണ്. ഹഗായി ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഒരു മാസത്തെ 25 ദിവസത്തെ ട്രെയിനിങ്ങിന് ശേഷം വന്നപ്പോഴാണ് ഈ ഫ്രീഡം ഓഫ് റിലീജിയൻ ആക്ട് ഹിമാചൽ പ്രദേശിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെ ചലഞ്ച് ചെയ്ത് ഉള്ള ആദ്യ ഒരു കേസ് ഫയൽ ചെയ്യാനായിട്ട് ഇടയായത് ഹിമാചൽ പ്രദേശിലുള്ള ക്രൈസ്റ്റ് ചർച്ച്, അതായത് CNI ചർച്ചാണ്. ആ CNI ചർച്ചിലെ പാസ്റ്ററിന് അഗൻസ്റ്റാണ് ആദ്യത്തെ FIR ഈ ഫ്രീഡം ഓഫ് റിലീജിയൻ ആക്ടിൻ്റെ കീഴിൽ ഉണ്ടാകുന്നത്. ഇതെല്ലാം ഒരു മിസ്നോമറാണ്. ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുമ്പോൾ തന്നെ പക്ഷേ ഇറ്റ് ഈസ് എൻ ആൻറ്റി കൺവേർഷൻ ലോ. അതിനെ ചലഞ്ച് ചെയ്ത് നമ്മൾ ഹിമാചൽ പ്രദേശിൽ ആ FIR-നെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഒരു റിട്ട് പെറ്റീഷൻ നമ്മൾ ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുണ്ടായി. ആ സമയത്ത് എനിക്ക് ഈ സമയത്ത് ഓർമ്മയുണ്ട്, നമ്മുടെ ഒരു നീതിബോധത്തെക്കുറിച്ച് ഇത് പറയുമ്പോൾ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മളിപ്പോൾ റിട്ടയറായ ജസ്റ്റിസ് കുര്യൻ ജോസഫ് ആണ് അന്ന് അവിടുത്തെ ചീഫ് ജസ്റ്റിസ്. അപ്പോൾ റോസ്റ്റർ അനുസരിച്ച് ഈ കേസ് അദ്ദേഹത്തിന് മുമ്പിലാണ് ലിസ്റ്റ് ആവേണ്ടത്. എന്നാൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ, എനിക്ക് വ്യക്തിപരമായി ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു സബ്ജക്റ്റാണ്, സഭയുടെയും ക്രൈസ്തവരുടെയും ഒരു സബ്ജക്റ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ആ റോസ്റ്റർ സെക്കൻഡ് ഇരിക്കുന്ന ഒരു ജഡ്ജിൻ്റെ മുമ്പിലേക്ക് കേസ് ലിസ്റ്റ് ആവുകയാണ് ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ നീതിബോധമുള്ള മനുഷ്യരും നമ്മുടെ സമൂഹത്തിൽ അദ്ദേഹത്തെ വളരെയേറെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ഇടയ്ക്ക് റിട്ടയറായ ജസ്റ്റിസ് കുര്യൻ ജോസഫ്. അപ്പം ഇത് വന്നത് അന്ന് രണ്ടാമത്തെ ബെഞ്ചിലാണ്.
ഇതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്ന ഈ ആക്ടിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് സ്റ്റേറ്റിനേക്കാൾ ഉപരി വളരെ ഊർജ്ജസ്വലനായി അന്നുണ്ടായിരുന്നത് ഇന്ന് വളരെ ആക്റ്റീവ് അതെ ഡോക്ടർ സുബ്രഹ്മണ്യ സ്വാമിയാണ്. അപ്പോൾ ഡോക്ടർ സുബ്രഹ്മണ്യ സ്വാമിയാണ്. അപ്പോൾ അവർ വളരെ വെർത്തി ആൻഡ് പവർഫുൾ ഒപ്പണൻ്റാണ്. വളരെ ലേണഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ശക്തനാണ്, വളരെ ശക്തനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അവിടെയാണ് നമ്മൾ FIR ചലഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ കോടതിയിൽ നിൽക്കാനായിട്ട് ഇടയത്. അപ്പോൾ അതിനകത്തുള്ള ആ ആക്ടിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു റിലീജിയനിൽ നിന്നും വേറൊരു റിലീജിയനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് മുമ്പ് അവിടെയുള്ള ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ മുമ്പിൽ ഒരു അപേക്ഷ 30 ദിവസത്തിന് മുമ്പ് കൊടുക്കണം. അത് കൊടുത്ത് ആ 30 ദിവസത്തിനുള്ളിൽ അതിൻ്റെ ആക്ട് പറയുന്നത് കളക്ടർ വിൽ കോസ് എൻ എൻക്വയറി ടു ഹാപ്പൻ ഓൺ ദിസ്. എന്നിട്ട് ആരെങ്കിലും ഇതിൽ തൽപര കക്ഷികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ എൻക്വയറിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ആർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. തൽപരം എന്ന് പറയുമ്പോൾ ആരും അതിനകത്ത് തൽപര കക്ഷിയാകും, എതിർക്കാം. എന്നിട്ട് ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ കളക്ടർ അതിനൊരു ഓർഡർ പാസ്സാക്കും. നിങ്ങൾക്ക് A റിലീജിയനിൽ നിന്നും B റിലീജിയനിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട്, മതം മാറാനായിട്ട് ഉള്ള നിങ്ങളുടെ അപേക്ഷ നിരസിച്ചിരിക്കുന്നു. അതൊന്ന്. 2, ആ ആക്ടിൽ പറഞ്ഞിരുന്നത് ആരെങ്കിലും തങ്ങളുടെ ഒറിജിനൽ റിലീജിയനിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പെർമിഷൻ്റെ ആവശ്യമില്ല. ഓക്കെ. അപ്പം നമ്മളവിടെ ചലഞ്ച് ചെയ്തത് ഈ ഒറിജിനൽ റിലീജിയൻ എന്ന് പറയുന്നത് എന്താണ്. 2, ഈ എൻ്റെ മനസ്സാക്ഷിക്ക്, എൻ്റെ കോൺഷ്യൻസ്, ഫ്രീഡം ഓഫ് കോൺഷ്യൻസ്, എൻ്റെ മുകളിൽ ഒരു അപ്പലറ്റ് അതോറിറ്റി ആയിട്ട് കളക്ടർക്ക് ഇരിക്കാൻ സാധ്യമാവും. ഇതാണ് അന്ന് ചലഞ്ച് ചെയ്തത്. അത് ഞങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും. അന്ന് ഉണ്ടായിരുന്ന പെറ്റീഷനേഴ്സ്, ഞങ്ങളുടെ കൂടെ വേറൊരു പെറ്റീഷനും അതിൻ്റെ കൂട്ടത്തിൽ അന്ന് വന്നു. ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ ആണ്, EFI ആണ് അതിനകത്ത് കക്ഷി ചേർന്നത്. ഞങ്ങൾ വളരെ നല്ല ഒരു ആർഗ്യുമെൻ്റ് അവിടെ കൊടുത്തു. അവിടെ വേദപുസ്തകമൊക്കെ ആസ് എ ടെക്സ്റ്റ് ഞങ്ങൾക്ക് കോട്ട് ചെയ്യാൻ പറ്റി. ബൈബിൾ വാസ് കെപ്റ്റ് ആൻഡ് ഗിവൺ ടു ദ ജഡ്ജസ് ഓൾസോ. അതിനകത്ത് പറഞ്ഞത് പ്രീച്ചിങ് ഓഫ് ദ ഗോസ്പൽ, സുവിശേഷം അറിയിക്കുക എന്നുള്ളത് ഒരു ഇൻസെപ്പറബിൾ പാർട്ട് ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത് ആൻഡ് പ്രാക്ടീസാണ്. ഏതെങ്കിലും ഒരു റിലീജിയൻ്റെ ഒരു കാര്യം ഇൻസെപ്പറബിൾ പാർട്ടാണെങ്കിൽ അതിനെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് വയലേഷനിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. കാരണം ആർട്ടിക്കിൾ 25 പ്രൊട്ടക്ഷൻ നമുക്ക് അവിടെ കിട്ടുകയാണ്. അത് ഇൻസെപ്പറബിൾ ആണോ സുവിശേഷം? അതുകൊണ്ട് ആണ് നമ്മൾ അന്ന് വേദപുസ്തകം കോട്ട് ചെയ്ത് പറഞ്ഞത്, എനിക്ക് സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ അയ്യോ കഷ്ടം എന്നുള്ളതൊക്കെ കോട്ട് ചെയ്തു. അവിടെ ആയിരുന്നു പറഞ്ഞത്, കൺവേർഷൻ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ കോൺസിക്വൻസ് ആണ്. വചനം എവിടെ അറിയിക്കപ്പെടുന്നു അവിടെ ഉണ്ടാകുന്ന ചില ഒരു നാച്ചുറൽ പ്രോസസ്സാണ് ഈ കൺവേർഷൻ. അത് സ്റ്റേറ്റ് അതിന്റെ പുറത്ത് വിലക്ക് വയ്ക്കാൻ പറ്റത്തില്ല. കൺവേർഷൻ പല സ്ഥലത്ത് പറയുന്നുണ്ട്. ഇപ്പം ഈ വേറൊരു റിലീജിയനിൽ നിന്നും ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുന്നത് മാത്രമാണ് കൺവേർഷൻ എന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ അതല്ല. കൺവേർഷൻ ഇന്ന് കൺവേർഷൻ എന്ന് പറയുന്ന റിലീജിയസ് കൺവേർഷൻ ഉണ്ട്, എക്കണോമിക് കൺവേർഷൻ ഉണ്ട്, പൊളിറ്റിക്കൽ കൺവേർഷൻ ഉണ്ട്. ഇന്ന് ഒരു പാർട്ടിയിലായിരിക്കുന്ന ഒരാൾ നാളെ രാവിലെ വേറൊരു പാർട്ടിയിൽ ചേരും. അതിന് കളക്ടറുടെ പെർമിഷൻ്റെ ആവശ്യമില്ല. ഇന്ന് ഒരു പ്രത്യേക ബിഹേവിയറൽ പാറ്റേണിൽ ഒരു എക്കണോമിക് ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ നാളെ വേറൊരു എക്കണോമിക്, അതിനും എന്തുകൊണ്ട് റിലീജിയന് മാത്രം? ഇടയ്ക്കും ചോദിച്ചോട്ടെ, ഈവൻ സെക്ഷുവാലിറ്റി പോലും ഈ പറഞ്ഞ പ്രൈവസി അതിലേക്ക് വരാം. നമ്മൾ ഈ 377 കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അതിലേക്ക് വരാം. സെക്ഷുവാലിറ്റി, അതുകൊണ്ട് ഇന്ന് ഇപ്പം അന്ന് സുപ്രീം കോടതി ആ ഒരു ഡിസിഷൻ പറഞ്ഞിരുന്നില്ല. കാരണം പ്രൈവസി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് എന്നുള്ളത് ഇപ്പോൾ 2018 കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് പറഞ്ഞു വെച്ചത്. 9 അംഗ ബെഞ്ച് പറഞ്ഞു വെച്ചത് ഇതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ടു ബി ലെറ്റ് അലോൺ. അപ്പം അതുകൊണ്ടാണ് പാസ്റ്റർ അത് പറയുന്നത്, സെക്ഷുവാലിറ്റിയിൽ അതെങ്ങനെയാണ് സെക്ഷുവാലിറ്റി പ്രൈവറ്റ് ആണെന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ വളരെ വ്യക്തമായി പറയാനായിട്ട് സാധിക്കും സ്പിരിച്വാലിറ്റി അബ്സല്യൂട്ട്ലി പ്രൈവറ്റ് അല്ലേ. ഇന്ത്യൻ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഞാനും എൻ്റെ സൃഷ്ടാവും മാത്രവുമുള്ള, എൻ്റെ സൃഷ്ടാവായ ദൈവവും മാത്രമായിട്ടുള്ള ഒരു വളരെ പേഴ്സണലായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ പുറത്ത് ഞാൻ ചെയ്യുന്ന ഒരു എക്സസൈസിൻ്റെ പുറത്ത് സ്റ്റേറ്റ് എന്നെ കൺട്രോൾ അതിനകത്ത് ചെയ്യാൻ പറ്റും. അതിനകത്ത് സ്പിരിച്വാലിറ്റി എന്നുള്ളത് കംപ്ലീറ്റ്ലി പ്രൈവറ്റ് ആണ്. ഒരു പ്രൈവസി, ഇറ്റ്സ് എ ഫണ്ടമെന്റൽ റൈറ്റ് ഓഫ് പ്രൈവസി. അതിപ്പോഴാണ് 2018 അത് എൻഡോസ് ആയത്. 12 കൊല്ലം
അബ്സല്യൂട്ട് സൈലൻസ്. എന്നാൽ ആ കേസ് കോടതി സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. അത് പറഞ്ഞു പ്രയർ പെർമിഷൻ്റെ ആവശ്യമില്ല. നിങ്ങൾ അഥവാ എ റിലീജിയനും ബി റിലീജിയനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ 30 ദിവസത്തിനകം കളക്ടറെ ഇൻഫോം ചെയ്യാം, അറിയിച്ചിരിക്കണം. സത്യവാങ്മൂലം അല്ലെങ്കിൽ അതൊരു ഫോർമാറ്റ് അത്രയേ ഉള്ളൂ. അതിനൊരു ഷെഡ്യൂളുണ്ട്. പെർമിഷൻ വേണ്ട, പ്രയർ പെർമിഷൻ വേണ്ട. നേരത്തെ ഉള്ള ഒരു പെർമിഷൻ എടുത്തതിന് ശേഷം ചെയ്യേണ്ട കാര്യം, അതായത് ഒരു ജനന മരണം നമ്മൾ പിന്നീട് അറിയിക്കുന്നു. രണ്ടാമത്തത് ഈ ഒറിജിനൽ റിലീജിയൻ എന്നുള്ളത്, അത് ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയും വളരെ ശക്തമായി ആർഗ്യൂ ചെയ്തതാണ്. ഒറിജിനൽ റിലീജിയൻ ഒരു പ്രത്യേക റിലീജിയൻ ആണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം അത് ആർഗ്യൂ ചെയ്തു. പക്ഷേ എന്നാൽ ആ കോടതി അന്ന് പറഞ്ഞു ദർ ഈസ് നോ കോൺസെപ്റ്റ് ഓഫ് ഒറിജിനൽ റിലീജിയൻ എന്ന്. ഇന്ന് ഹിമാചൽ പ്രദേശിന്റെ ജഡ്മെന്റ് ആണ്, ആ രണ്ടംഗ ബെഞ്ചിന്റെ ഡിവിഷൻ ബെഞ്ചിന്റെ ജഡ്മെന്റ് ആണ്. ആ ജഡ്മെന്റ് ആരും വീണ്ടും മുന്നോട്ട് കൊണ്ടുപോയി ചലഞ്ച് ചെയ്തില്ല. അതിന്ന് ഫൈനാലിറ്റി ആയി. ഹിമാചൽ പ്രദേശിനെ സംബന്ധിച്ച് ഒരു വലിയ, കാരണം ഈ എൻ്റെ അന്നുണ്ടായിരുന്ന കക്ഷി എന്ന് പറയുന്ന ആ പാസ്റ്ററിനെ വേറെ പല റീസൺ കൊണ്ട് ഒരു കേസിൽ കുടുക്കി ഈ ഫ്രീഡം ഓഫ് റിലീജിയൻ ആക്ടിന്റെ കീഴിലുള്ള FIR-ൽ അക്യൂസ്ഡ് ആക്കുകയായിരുന്നു ചെയ്തത്. അദ്ദേഹത്തിന് റിലീഫ് കിട്ടി. അത് മാത്രമല്ല, അദ്ദേഹത്തിന് പേഴ്സണൽ റിലീഫിനേക്കാൾ കൂടുതൽ ആ മൊത്തം സ്റ്റേറ്റിൽ ആക്ച്വൽ ഒരു ഫ്രീഡം ഓഫ് റിലീജിയൻ അപ്പോഴാണ് ഉണ്ടായത്. ആക്ട് സ്ട്രൈക്ക് ഡൗൺ ചെയ്തപ്പോഴാണ് ഫ്രീഡം വന്നത്. അതിനു മുമ്പ് അത് കർട്ടൈൽമെന്റ് ഓഫ് ഫ്രീഡം. അതെ. അപ്പൊ ഇത് മറ്റ് സംസ്ഥാനങ്ങളിലും ഓൾറെഡി നിലവിലുണ്ടല്ലോ ഈ നിയമം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഏകദേശം 7 സംസ്ഥാനങ്ങളിൽ. അതെ. വേറെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഇതിന്റെ ചൂട് പിടിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? 1967 നമുക്ക് സ്റ്റേറ്റ് ഓഫ് ഒറീസ വേഴ്സസ് സ്റ്റാനിസ്ലോസ് എന്നുള്ളൊരു കേസിൽ റൈറ്റ് ടു കൺവേർട്ട് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല എന്ന് സുപ്രീം കോടതി പറയുണ്ടായി. 1967 വളരെ പഴക്കമുള്ള ഒരു ജഡ്മെന്റ് ആണ്. അതിന്റെ ചുവട് പിടിച്ചാണ് ഇത്രയും നാളും ഗവൺമെന്റുകളെല്ലാം ഈ ഒരു നിയമനിർമ്മാണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് വന്നിരിക്കുന്നത് അതിന്റെ റൈറ്റ് ടു കൺവേർട്ട് എന്നുള്ളത് നിൽക്കെ ഞാൻ കോടതികളിൽ ആർഗ്യൂ ചെയ്യുന്നത് റൈറ്റ് ടു കൺവേർട്ട് എന്നുള്ളത് ഫണ്ടമെന്റൽ റൈറ്റ് അല്ല എന്നുള്ളത്. എന്നാൽ റൈറ്റ് ടു ബി കൺവേർട്ടഡ്, എനിക്ക് ഏതൊരു ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള എൻ്റെ അവകാശം മൗലികമാണ്, ഫണ്ടമെന്റൽ. അതിനെ ആർക്കും തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന് ചുവട് പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ജാർഖണ്ഡിൽ ഉള്ള ബിൽ ആക്ട് ചലഞ്ച് ചെയ്തിട്ടുണ്ട്, ഗുജറാത്തിൽ ചലഞ്ച് ചെയ്തിട്ടുണ്ട്, ഇനിയും ഛത്തീസ്ഗഡ്, അരുണാചൽ, ഇവിടെ എല്ലാം ഇത് എക്സിസ്റ്റിംഗ് ആണ്. 7 സംസ്ഥാനങ്ങളിൽ ഇന്ന് അത് എക്സിസ്റ്റിംഗ് ആണ്. അതിന്റെ ഗുജറാത്തിലേത് പെൻഡിങ് ആണ്, ജാർഖണ്ഡിലേത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തുള്ളത്. വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ലെജിസ്ലേഷൻ ആണ്. അതിനെ ചലഞ്ച് ചെയ്ത് കോടതി അതിനെ നോട്ടീസ് ആക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തിനോട് അതിന്റെ സത്യവാങ്മൂലം സമർപ്പിക്കാനായിട്ട് ആവശ്യമുണ്ട്. ഇത് കേൾക്കുമ്പം ശരിക്കും നമ്മൾ ക്രിസ്ത്യാനികൾ, വിശ്വാസികളൊക്കെ വളരെ പ്രാർത്ഥിക്കണം. കാര്യം നമ്മൾ ഈ കേരളത്തിലൊക്കെ ഒരുപാട് സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ ഈ സ്വാതന്ത്ര്യം ഇല്ലാത്ത സംസ്ഥാനങ്ങളുണ്ടെന്നുള്ള മനസ്സിലായി. അപ്പോൾ അവിടെയൊക്കെ ഈ കേസുകളൊക്കെ നാളെ അത് വാദിക്കപ്പെടുകയൊക്കെ ചെയ്യുമ്പം ധാരാളം പ്രാർത്ഥന ആവശ്യമുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ എല്ലായിടവും ഈ പറഞ്ഞ പോലെ കർത്താവിൻ്റെ സുവിശേഷം ധൈര്യമായിട്ട് ആരോടും പറയാനും, അതേസമയത്ത് ആരെയും നിർബന്ധിച്ചിട്ടല്ല. കാര്യം ആരെയും കൺവേർട്ട് ചെയ്യാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവാണ് കൺവേർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പം ഒരാൾക്ക് കൺവേർട്ട് ആണോ വേണ്ടിയോ എന്നുള്ള ആ തീരുമാനം അതൊരു മൗലിക അവകാശമാണ്. അതാണല്ലോ ഇപ്പം അദ്ദേഹം പറഞ്ഞത്. അപ്പം ഈ വിഷയങ്ങൾക്ക് ദയവായി സഭയൊക്കെ പ്രാർത്ഥിക്കണമെന്ന് കൊടുത്തത് ഞാൻ ഇടയ്ക്ക് ഒന്ന് കയറി പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്തത് എനിക്ക് സന്തോഷമുള്ള കാര്യം നമ്മുടെ സെക്ഷൻ 377, അതായത് സ്വവർഗരതി, സ്വവർഗരതി കുറ്റകരമല്ല എന്നും പറഞ്ഞൊരു ഒരു ഡൽഹി ഹൈക്കോർട്ട് ഒരു സംഗതി അങ്ങ് പുറപ്പെടുവിച്ചു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അന്ന് സുപ്രീം കോർട്ടിൽ അഡ്വക്കേറ്റ് മനോജാണ് അത് ചലഞ്ച് ചെയ്തത്. അതിന് ഒരു കാരണം പറഞ്ഞ പോലെ എനിക്കും അതിനകത്തൊരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞു. അപ്പോസ്തലിക് ചർച്ചസ് അലയൻസിൻ്റെ ACAയുടെ ഓവർസിയർ നിലയ്ക്ക് ഞാനാണ് വക്കാലത്ത് ഒപ്പിട്ട ദിവസം എനിക്ക് ഓർക്കുന്നുണ്ട്. കക്ഷി. അതെ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ വക്കീലും കക്ഷിയും കൂടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതിലും സന്തോഷമുണ്ട്. ഐ എം സോ ഹാപ്പി. ഇങ്ങനൊരു അവസരം ഇങ്ങനെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തെങ്കിലും അത് ദൈവത്തിൻ്റെ ഒരു വഴിയായി. അതെ. തോറ്റിട്ടും വന്നിരുന്ന വർത്താനം പറയുന്നത് സാരമില്ല, ജയം തോൽവിയൊക്കെ ഉണ്ടാകും. പക്ഷേ ഇവിടെ ഒരു നിയമത്തിൻ്റെ മുമ്പിലോ ഒരു കോടതിയുടെ മുമ്പിലോ തോറ്റല്ല വിഷയം. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ജയിക്കുകയുള്ളൂ. കാര്യം ആരും ചോദ്യം ചെയ്തില്ല. കാര്യം ദൈവം ഈ പറഞ്ഞ പോലെ വിലക്കിയിരിക്കുന്ന, ബൈബിൾ അനുവദിക്കാത്ത ഒരു കാര്യം
ഒരു രാജ്യത്തിലെ നിയമം കൊണ്ട് അതിന് ഒരിക്കലും ഒരു തെറ്റ് ശരിയാകുന്നില്ല. അതിലും ഈ പറഞ്ഞ പോലെ എത്ര വർഷം നമ്മളത് സുപ്രീം കോടതിയിൽ 2009 ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതിയുടെ വിധി ഉണ്ടായത്. ഇത് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എനിക്ക് വളരെയേറെ ഒരു ടെൻഷനും വളരെയേറെ ലോൺലിനെസ്സും ഒക്കെ ഫീൽ ചെയ്ത ഒരവസരമാണ്. കാരണം ഞങ്ങളുടെ ബാറിൽ തന്നെ ഏകദേശം ഒരു 90% ഓഫ് ബാർ ഒരു ലിബറലിസത്തിൻ്റെയും ഒരു പെർമിസീവ്നെസ്സിൻ്റെയും ഒരു ഹ്യൂമൻ റൈറ്റ്സിൻ്റെയും ആംഗിളിലൂടെ ഈ വിഷയത്തെ കാണുമ്പോൾ എനിക്ക് ഞാൻ പഠിച്ചതായിട്ടുള്ള ചില വിശ്വാസങ്ങളുടെയും മൂല്യങ്ങളുടെയും ഞാൻ എന്നെ പഠിപ്പിച്ചതായിട്ടുള്ള വേദപുസ്തക സത്യങ്ങളുടെയും ഒക്കെ വെളിച്ചത്തിൽ ഇതൊരു അബോമിനേഷൻ എന്നുള്ളൊരു വാക്കാണ് മ്ലേച്ഛമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനെ ഒരു വേ ഓഫ് ലൈഫ് ആക്കി മാറ്റത്തക്ക രീതിയിൽ ഉള്ള ഒരു ജുഡീഷ്യൽ ലെജിസ്ലേഷൻ, അതൊരു ലെജിസ്ലേച്ചറിൻ്റെ ലെജിസ്ലേഷൻ അല്ല, അത് കൊണ്ടുവന്നപ്പോൾ ഇതിനെ എങ്ങനെ കാണണം എന്നുള്ള ചിന്തയിലാണ് അന്ന് നമ്മൾ കേസ് ഫയൽ ചെയ്തത്. എന്നാൽ ഒരു കാര്യം വളരെ സങ്കടം എന്ന് പറയട്ടെ, ക്രൈസ്തവ സഭ വാസ് ഗിവിംഗ് എ കില്ലിംഗ് സൈലൻസ് ഓൺ ദിസ് സബ്ജക്റ്റ്. വളരെ വേദനാജനകമാണത്. ആരും തന്നെ ഏതൊക്കെ സഭകളാണെങ്കിലും 9 വർഷം ഈ ഫയലുമായിട്ട് ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തി ഇത് നിൽക്കുമ്പോൾ സഭ എന്ന് പറയാം, മെയിൻ ലൈൻ ചർച്ചസ് ആവാം, പെൻഡക്കോസ്റ്റൽ ചർച്ചസ് ആവാം, ന്യൂ ജനറേഷൻ ചർച്ചസ് ആവാം, ഒരു സഭയായിട്ട് ഇതാണ് ഇതിനെക്കുറിച്ച് ഞങ്ങൾക്കുള്ള സ്റ്റാൻഡ് എന്ന് പറയാനായിട്ട് കക്ഷി ചേരാനോ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു സ്റ്റാൻഡ് എടുക്കാനോ ആരും തന്നെ തയ്യാറായിരുന്നു. അത് എന്തുകൊണ്ടായിരിക്കാം? ഒന്ന്, ഇത് ഒരാൾ വിരൽ ചൂണ്ടുന്നതിന് മുമ്പ് ഒരാൾ വിരൽ ചൂണ്ടുമ്പോൾ ചില വിരലുകൾ തങ്ങളിലേക്ക് തന്നെ ചൂണ്ടുന്നു എന്നുള്ള അവബോധം ചിലർക്കുണ്ടായിരിക്കാം. കാരണം ഞാൻ ഇങ്ങനെയുള്ള കേസുകൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. സഭയ്ക്കുള്ളിൽ ഈ ജീർണത വന്നു പെട്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായ നോളജുള്ള കാര്യം. 2, സഭ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ എങ്ങനെ ചിന്തിക്കും എന്ന് സഭ ഒരു പോപ്പുലർ അപ്പീസ്മെന്റിന് വേണ്ടി ശ്രമിച്ചോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം പക്ഷേ ഇതിനകത്ത് ഉള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഏകദേശം 32 ഒപ്പോണന്റ് ലോയേഴ്സ് ഉണ്ടായിരുന്നു, ശക്തരായ ലോയേഴ്സ്, ശക്തമായ ലോബി, ഇതിനെ നിന്ന് അതിനുള്ള പണം, അതിനുള്ള സമയം, അതിനുള്ള റിസർച്ച്, അതിനുള്ള മെൻ, ഇതെല്ലാമായിട്ട് അത് നിൽക്കുകയാണ്. മീഡിയയുടെ സപ്പോർട്ട്, ജഡ്ജസ് മുഴുവൻ സപ്പോർട്ട്, 5 അംഗ ബെഞ്ചിൽ 5 പേരും സപ്പോർട്ട്. അപ്പോൾ ആ കോടതി മുറിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരൊറ്റ മനുഷ്യൻ മാത്രം പറയാണ് ഇത്, എല്ലാവരും എന്നെ ചിരിക്കായിരുന്നു. പക്ഷെ എനിക്കൊരു കാര്യം വളരെ, ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, നമ്മൾ ഈ ദിവസങ്ങളോളം ആർഗ്യുമെന്റ്സ് പോവാണ്, ആർഗ്യുമെന്റ്സ് വളരെ ഏറെ ബന്ധപ്പെട്ടാണ് നമുക്കൊരു ഹിയറിംഗ് കിട്ടുന്നത് പോലും. കാരണം നമ്മളെല്ലാം ആന്റി ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ള രീതിയിലാണ് കാണുന്നത്, റിലീജിയസ് പീപ്പിൾ എന്നുള്ള ഒരു ആംഗിളിലാണ് കാണുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് ചോദിച്ചു, ഞങ്ങൾ രണ്ടും കോടതിയിലിരിക്കുകയാണ്, ഹൂ ഈസ് അവർ ക്ലയൻറ്റ്? നമ്മുടെ ക്ലയൻറ്റ് അപ്പോസ്റ്റോലിക് അലയൻസ് ഓഫ് ചർച്ചസ് വക്കാലത്തൊക്കെ ഉണ്ട്, അവരുണ്ട്, എങ്കിലും ആക്ച്വലി അപ്പുറത്തെ ക്ലയൻസും എല്ലാം ഇരിക്കുക, അവർ ഭയങ്കരമായ കാര്യങ്ങളും ഭയങ്കര ആഘോഷവും നടക്കുകയാണ്. എൻ്റെ ഒരു സുഹൃത്ത് ആൻസൺ, മുംബൈയിൽ ചുവന്ന തെരുവിൽ വർക്ക് ചെയ്യുന്ന ആൻസൺ അന്ന് പ്രാർത്ഥിക്കാനായിട്ട് സുപ്രീം കോടതിയിൽ വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ബ്രദറെ, ഇതിനകത്ത് പേടിക്കേണ്ട കാര്യമില്ല, ഹോളി സ്പിരിറ്റ് ഈസ് യുവർ ക്ലയന്റ്, ഹി വിൽ ഇൻസ്ട്രക്ട് യു, യു സ്പീക്ക് വാട്ട് എവർ ഹി സ്പീക്സ്. വെരി ഗുഡ്. അതെനിക്ക് ഭയങ്കരമായ ഒരു ശക്തി തന്നു. ഞാൻ ഒരു റിലീജിയസ് ആർഗ്യുമെന്റ് അല്ല കോടതിയുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. അതിനകത്തുള്ള ചില ഇഷ്യൂസ്, ഇതിനകത്ത് ഹോമോസെക്ഷുവാലിറ്റി എന്നുള്ള വിഷയത്തിനപ്പുറം ഇതിന് നമ്മളുടെ ഫാമിലി, ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്, ഓഫ് എ നേഷൻസ് എക്സിസ്റ്റൻസ് ഈസ് ഫാമിലി. അതിനെ തകർക്കുമാറ്
ഡീസ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതെ അതെ. ഇതിനകത്ത് റീ എഞ്ചിനീയർഡ് മൊറാലിറ്റി ഒക്കെ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് വാട്ട് ഈസ് മോർ, ഇതെല്ലാം വലിയൊരു ഡിബേറ്റ് ആണ്. 9 വർഷം ഡിബേറ്റ് ചെയ്യാമെങ്കിൽ ഞാനിപ്പോൾ 9 മിനിറ്റ് എനിക്കിത് പറഞ്ഞു തീർക്കാനായിട്ട് സാധിക്കും. അതിലൊരു PhD വേണേൽ എടുക്കാം. അതെടുക്കാം. ഞാനൊരു ബുക്ക് എഴുതാൻ തന്നെ തയ്യാറാണ്. കാരണം അവിടെ സബ്മിറ്റ് ചെയ്തതായിട്ടുള്ള റിട്ടേൺ ആർഗ്യുമെന്റ്സ് ഒക്കെ ഇന്ന് അവൈലബിൾ ആണ് ഇന്റർനെറ്റിൽ. ഇതിനകത്ത് എന്നോട് അന്ന് എൻ്റെ ആദ്യത്തെ റൗണ്ട് ഓഫ് ലിറ്റിഗേഷനിൽ സുപ്രീം കോടതിയിൽ എന്നോട് ചോദിച്ചു, ഞാനിത് പറഞ്ഞു ഇത് ബിബ്ലിക്കൽ ആംഗിളൊക്കെ എടുത്ത് പറഞ്ഞപ്പോൾ എന്നോട് വളരെ രസകരമായ ഒരു ഇവൻ്റ് ഉണ്ടായത്. അവിടെ ഇരുന്ന 2 ബെഞ്ചിലെ ഒരു ബെഞ്ച് ചോദിച്ചു, ഈസ് ദിസ് ദ സെയിം ബൈബിൾ ദാറ്റ് ഈസ് ബീങ് റെഡ് ഇൻ US and UK? അപ്പോൾ ചിരിച്ചിട്ട് അപ്പുറത്തിരുന്ന ജഡ്ജ് ഈ നഡ്ജ്ഡ് ഹിം ആൻഡ് സെഡ്, they have different versions. അപ്പോൾ ഇതൊക്കെ ഒരു പെർമിസീവ് ആണ് ക്രിസ്ത്യൻ കൺട്രീസിലും ക്രിസ്ത്യൻ തോട്ടിലും എന്നൊക്കെയുള്ള ഒരു വെളിച്ചത്തിലാണ് ജഡ്ജസും ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു റിലീജിയനേക്കാൾ, എന്നാൽ വിശ്വ ഹിന്ദു പരിഷത്ത്, ബാബ രാംദേവ്, മുസ്ലിം സംഘടനകൾ ഇവിടെ വളരെ ശക്തമായിട്ട് ഫസ്റ്റ് റൗണ്ടിൽ വന്നു. എന്തുകൊണ്ടോ ഇതിന്റെ ഒരു 5 അംഗ ബെഞ്ചിലേക്ക് വന്നു കഴിഞ്ഞപ്പം ആരെയും കാണാനില്ല. അവസാനം അപ്പോസ്തോലിക് അലയൻസ് ഓഫ് ചർച്ചസും ഉത്കൽ ക്രിസ്ത്യൻ കൗൺസിൽ എന്ന് പറഞ്ഞ ഒരു സംഘടനയാണ്. പക്ഷെ ഞങ്ങളാരും കാശൊന്നും തന്നില്ല, അതൊരു വേറെ സത്യം. അതിന് പരസ്യമായിട്ട് പറയാണ്. എനിക്ക് വക്കീലിന് പണ്ട് സിനിമയിലെ തമാശ പറഞ്ഞ പോലെ ഈ ബ്രീഫ് വായിക്കുമ്പോൾ സീനിയർ വക്കീൽ ജൂനിയർ മുൻഷിയോട് ചോദിക്കുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, ഈ കക്ഷി ഫീസ് തന്നില്ല. ഫീസ് തരാതെ എനിക്ക് മനസ്സിലാവാന്ന് വരുന്നില്ല, എല്ലാം മനസ്സിലായി. പക്ഷെ ഇത് ഒരു ദൈവരാജ്യ പ്രവർത്തനമാണ് എന്നുള്ള ഒരു വ്യക്തമായ ബോധവും. അല്ലെങ്കിൽ ഫസ്റ്റ് ഇത് 9 വർഷം മുമ്പേ പാസ്റ്റർ സൈൻ ചെയ്തതായിട്ടുള്ള ആ വക്കാലത്ത് എനിക്ക് ഉപേക്ഷിക്കാം. തീർച്ചയായിട്ടും വ്യക്തമായ ഒരു സുവിശേഷ വേലയാണെന്നുള്ള ബോധത്തോടു കൂടി തന്നെയാണ് ഞാനവിടെ നിന്നതും പറഞ്ഞതും ഇന്ന് നിൽക്കുന്നതും. ഇന്ന് ചരിത്രത്തിൻ്റെ ഏടുകളിൽ എഴുതപ്പെടുകയാണ്, there was one person who stood saying that this is an abomination. എനിക്ക് ഹോമോസെക്ഷൽസുമായിട്ട് എൻ്റെ ഫ്രണ്ട്സ് ഹോമോസെക്ഷൽസ് ഉണ്ട്. ഈ ഒരു കേസ് നടത്തിയതിലൂടെ ഈ ഗ്രൂപ്പുമായിട്ട് എനിക്ക് വളരെ അടുത്ത് ഇടപെടാനായിട്ട് എനിക്ക് ഞാൻ ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്നുള്ള ഗ്രൂപ്പിനെ കംപ്ലീറ്റ്ലി എൻഡോസ് ചെയ്താണ്. വേദോത്സവം മെയിൽ ഫീമെയിൽ എന്ന് പറയുമ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് ഒരു ബയോളജിക്കൽ അബറേഷനായി വരുന്നവർക്ക് എല്ലാ റൈറ്റ്സും കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. തീർച്ചയായിട്ടും. എന്നാൽ മെയിൽ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എന്നതിനപ്പുറം ഉള്ള ചില ഇന്റർപ്രിട്ടേഷൻസ്, ഇതെല്ലാം ആരോ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് ഇൻ യുവർ മൈൻഡ് നോട്ട് ഇൻ യുവർ ബോഡി. അപ്പോൾ എൻ്റെ മനസ്സ് ഒരു വികൃതമായ ഒരു ചിന്താവിഷയത്തിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് സെക്സും സെക്ഷൽ ഓറിയന്റേഷനും രണ്ടാണ് എന്ന് ഉള്ള ഒരു സ്റ്റാൻഡിലാണ് നമ്മൾ ഇരിക്കുന്നത്. എന്നാൽ കോടതി പറഞ്ഞ് സെക്സ് ഈസ് ഈക്വൽ ടു സെക്ഷൽ ഓറിയന്റേഷൻ എന്നുള്ള രീതിയിലാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നുള്ള ഓറിയന്റേഷൻ നാളെ മാറാം, നാളെ ഓറിയന്റേഷൻ മറ്റന്നാൾ മാറാം, മറ്റന്നാളുള്ള ഓറിയന്റേഷൻ മിനിഞ്ഞാന്നത്തേക്ക് തിരിച്ചു പോകാം. അപ്പോൾ ഒരു അവ്യക്തതയുള്ള ഒരു ലൈംഗിക ഒരു ഓറിയന്റേഷനെ നിന്നുകൊണ്ടാണ് ഇതിനെ മൊത്തം കണ്ടത്. അപ്പൊ ഇതിനുള്ള കോൺസിക്വൻസസ് ഭയങ്കരമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇനി കാണാൻ പോകുന്നുള്ളൂ. സത്യമാണത്. ക്രൈസ്തവര് ഇതൊരു അക്സെപ്റ്റബിൾ നോമാണ്. ഒരു ക്രിസ്ത്യൻ കൺട്രീസിലൊക്കെ ഇത് അക്സെപ്റ്റബിൾ ആണെന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. അപ്പം പാസ്റ്ററിന്റെ അഫിഡവിറ്റിൽ പോലും അന്ന് വന്നപ്പം അപ്പോസ്തോലിക് ചർച്ചസ് അലയൻസ്, അപ്പം മീഡിയയും ഈവൻ ജഡ്ജസ് പോലും വാട്ട് ഈസ് ദിസ് അലയൻസ് ഓഫ് അപ്പോസ്തോലിക് ചർച്ചസ്? ഇതൊരു കാത്തലിക് ചർച്ചസ് കേട്ടിട്ടുണ്ട്, പ്രൊട്ടസ്റ്റന്റ് ചർച്ചസ് കേട്ടിട്ടുണ്ട്, ആംഗ്ലിക്കൻ ചർച്ചസ് കേട്ടിട്ടുണ്ട്. ഈ അപ്പോസ്തോലിക് അലയൻസ് എന്താണ് എന്നുള്ളതൊക്കെ അന്ന് ചോദിക്കേണ്ടത്. അപ്പം വി എക്സ്പ്ലെയിൻ ഈ ബിബ്ലിക്കൽ വാല്യൂസ് അപ്ഹോൾഡ് ചെയ്യാനായിട്ടും അതിൻ്റെ നോൺ കോംപ്രമൈസിങ് ഡോക്ട്രിൻസ് അപ്ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു അലയൻസാണ് ഇത്. ലൈക്ക് ദി അപ്പോസ്റ്റൽസ് ഓഫ് ദ 12 apostles ഓഫ് ദ ബൈബിൾ, അത്രയ്ക്ക് സ്ട്രിക്റ്റ് ഇൻ ദർ തിങ്കിങ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഇതാണ് എന്നുള്ള രീതിയിലാണ്. ഇടയ്ക്ക് ഞാനൊന്ന് പറയട്ടെ, ഈ കേസൊക്കെ നടക്കുമ്പോഴും അതിൻ്റെ വിധി വരുമ്പോഴൊക്കെ ഒരിക്കൽ പോലും ഈ പറഞ്ഞ നാഷണൽ മീഡിയയോ ഒന്നും ആരും ഈ AC ആരാൻ തപ്പി വരികയോ എന്നെ വിളിക്കുകയോ ചെയ്തിട്ടില്ല. അതേസമയത്ത് ചാനൽ ചർച്ചയിലേക്ക് എല്ലാ ദിവസവും നിരന്ന് ഇഷ്ടം പോലെ ആൾക്കാരിരിക്കണം ഇതിനെതിരെ സംസാരിക്കാൻ. പക്ഷെ ഇതിന് വേണ്ടി സംസാരിക്കാൻ ആരെയും ഈ പറഞ്ഞ പോലെ അവർ കൊണ്ടുവന്നിരുന്നില്ല. 1-2 കാത്തലിക് ഫാദേഴ്സ് അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അവരെ ഒന്ന് വാതിറക്കാൻ പോലും ഒരു അനുവദിച്ചില്ല എന്നുള്ളതാണ് വേറെ സത്യം. എന്തായാലും ഇത്രയും സമയം വളരെ
ആഴമേറിയ ചർച്ചകളാണ് ഇവിടെ നടന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നമുക്ക് സാധാരണ അറിവില്ലാത്ത ഒരുപാട് കാര്യങ്ങളെപ്പറ്റി വളരെ വിശദമായി തന്നെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു തരാൻ തനിക്കിടയാക്കി. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ചർച്ച ഇവിടെ അങ്ങ് അവസാനിക്കുകയല്ല. വരുന്ന ആളുകളിൽ കൂടുതൽ ഇങ്ങനെയുള്ള ചർച്ചകൾ ഉണ്ടാകട്ടെ. ഒരു ബോധവൽക്കരണം സഭയ്ക്ക് പ്രത്യേകിച്ച് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ദൈവമക്കൾ എന്നൊക്കെ പറഞ്ഞിരുന്നാൽ മാത്രം പോരാ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതനുസരിച്ച് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതവും നമ്മുടെ ശുശ്രൂഷയൊക്കെ വളരെ നന്നായി തന്നെ ചെയ്യുവാൻ ദൈവം തരുന്ന കൃപയ്ക്കൊത്തവണ്ണം നന്നായി മുന്നോട്ട് പോകാൻ ദൈവം നമുക്ക് എല്ലാവർക്കും കൃപ തരട്ടെ. ഇത്രയും സമയം ചിലവഴിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആരും ഒരു നന്ദി പോലും പറഞ്ഞില്ല. ഓൺ ബിഹാഫ് ഓഫ് ദ ചർച്ചസ് ഇൻ കേരള, ഐ റിയലി ഫ്രം ദ ഹാർട്ട് ഐ വോണ്ട് ടു താങ്ക് യു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രോഗ്രാമിൽ ഇവിടെ പരാമർശിക്കപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഒരുപക്ഷേ നിങ്ങളുടെ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ആ മെയിൽ ID യിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.